ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ സൈറ്റിൽ കുറച്ച് വാൾഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം. മാക്സിമം ചിലവ് കുറച്ച് റാക്ക് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി ഇവർ ഇഷ്ടികനം തള്ളിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്താണ് നമ്മൾ തട്ടടിച്ച് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണോണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മറ്റൊരു റൂമാണ്. ഇതിൽ നമ്മളിപ്പോൾ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ വേണ്ട ആ ഇഷ്ടികനത്തിൻ്റെ പുറമെ നമ്മൾ അഡീഷണൽ തള്ളിച്ചതാണ്. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സ്പേസ് കിട്ടുക. അതിൻ്റെ തൊട്ടപ്പുറത്തെ ആ ഏരിയയിലുള്ള വാൾഡ്രോപ്പ് നമ്മൾ അഡീഷണൽ തള്ളിച്ച് ചെയ്താണ് കേട്ടോ. അവിടെ പ്ലെയിൻ ചുമരാണ്. അപ്പോൾ അവർക്ക് ഇതിൽ സ്ഥലം പോരാന്ന് കണ്ടപ്പോൾ അപ്പുറത്ത് കൊണ്ട് നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ. അതേപോലെ ഈ ഡബിൾ ഡോറുള്ള ഈ വാൾഡ്രോപ്പും നമ്മൾ തള്ളിച്ച് ചെയ്താണ്. ആ സൈഡ് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ ഇഷ്ടികനത്തിൻ്റെ തള്ളിച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ തള്ളിച്ചെടുത്താണ് കേട്ടോ. അതിൻ്റെ തൊട്ടായിട്ട് നമുക്കൊരു അയൺ ബോക്സ് തേക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ സംഭവം നമുക്ക് മാക്സിമം ചിലവ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇതിൽ പറഞ്ഞുതരാം. പല ആളുകളും ചെയ്യുന്ന തെറ്റായൊരു രീതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഉള്ളളവിൽ തന്നെ തട്ടടിച്ച് സെറ്റാക്കി ഡോർ വെച്ച് പോവും. അപ്പോൾ അങ്ങനെ വെച്ച് പോകുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ഒന്നുകൂടി ചിലവ് കുറയും. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തുണികളും അതേപോലെ ഒരു ആങ്കറൊക്കെ ഇടുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. കണ്ടോ, ഇതിൻ്റെ ഉൾവശം ഇപ്പോൾ കറക്റ്റ് ഒരടിയാണ് വരുന്നത്, 12 ഇഞ്ചാണ് വരുന്നത്. പക്ഷെ 12 ഇഞ്ച് പോരാ, നമുക്കൊരു 16 ഇഞ്ചെങ്കിലും ഉള്ളളവ് കിട്ടിയിരിക്കണം. പുറളവ് വരുന്ന സമയത്ത് നമുക്കൊരു 18 ഇഞ്ചെങ്കിലും ചുരുങ്ങിയത് കിട്ടിയിരിക്കണം. അതിൽ നമുക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. അത്രയും സ്പേസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടും. ചില റൂം ചെറുതായിരിക്കും, അപ്പോൾ ഓവറായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു തടസ്സമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ മൊത്തം ഒരു 18 ഇഞ്ച് പുറളവ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യണത് കേട്ടോ. അതിൽ നമ്മളെ ചുമരുന്ന് ഇഷ്ടികനം ഏകദേശം ഒരു 4 ഇഞ്ചോളം തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ ഇഷ്ടികനം തള്ളി നിൽക്കുന്നത് കാണാൻ പാടില്ല. അപ്പോൾ അത് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ തള്ളിച്ച ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നാലാണ് അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വൃത്തി, അതായത് ഒരു വാൾഡ്രോപ്പ് അവിടെ കൊണ്ടുപോയി വെച്ച പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടികനം കവർ ചെയ്ത് പോണ പോലെ ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ ആ ഇഷ്ടികനത്തു നിന്ന് കണക്ട് ചെയ്തിട്ട് കൊടുക്കണ പോലെ ആക്കി കഴിഞ്ഞാൽ സൈഡ് നോക്കുന്ന സമയത്ത് ബോറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം കിട്ടണ പോലെ ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കണ്ട 10 ഇഞ്ചോളാണ് ഇതിൻ്റെ ഫിക്സഡ് കൊടുത്തിട്ടുള്ളത്, അതായത് സൈഡ് തള്ളിച്ച കൊടുത്തിട്ടുള്ളത്. ഈ ഇഷ്ടികനം ഏകദേശം 4 ഇഞ്ചോളം ഇഷ്ടികനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 ഇഞ്ചോളം നമ്മൾ തള്ളുന്നുണ്ട്. അപ്പോൾ ഉള്ളളവ് വരുന്നത് 12 വരുന്നുണ്ട്, പ്ലസ് 6 വന്നു കഴിഞ്ഞാൽ 18. അപ്പോൾ നമുക്ക് ടോട്ടൽ 18 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 18 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 12ഉം പ്ലസ് 6ഉം 18 നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആങ്കറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മളിതാ തൊട്ട റൂമിലൊക്കെ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തള്ളിച്ച കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഏരിയ എങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഏകദേശം ഇതേപോലെ 10 ഇഞ്ച് തള്ളിയതാണ് ഈ സൈഡ്. ഇതിൻ്റെ തൊട്ട വാൾഡ്രോപ്പ് നമ്മൾ ചുമരുന്ന് കണക്ട് ചെയ്ത് വന്നുകൊണ്ടാണ് അഡീഷണൽ തള്ളി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉൾവശം കാണിച്ചു തരാം. കണ്ടോ, ഇത് തുറക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് ഏരിയ കിട്ടും. അതേപോലെ ഇതെവിടെയും കറക്റ്റായിട്ട് അത്യാവശ്യം ഏരിയ വരുന്നുണ്ട്. ഇങ്ങനെ തള്ളിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് ഇത് വരിക കേട്ടോ. നമ്മളിതിൻ്റെ ഉൾവശത്ത് റാക്ക് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഫ്രെയിമാണ് അടിച്ചിട്ടുള്ളത്. അതിൽ PVC ലാമിനേറ്റ് ഷീറ്റിൻ്റെ തട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ കിടന്നോളും. ഭാവിയിൽ കംപ്ലൈൻറ്റും കാര്യങ്ങൾ അതിൽ കയറാനുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഏരിയയിൽ നമ്മൾ ലോക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി തട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ടി പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇവിടെ തട്ടടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, വളരെ എടുത്തടുത്ത് തട്ട് വേണ്ട, കുറച്ച് വിട്ടിട്ട് മതി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അവർക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഈ റാക്ക് അടിക്കൽ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ്, അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ റാക്ക് അടിക്കൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക. അതിൽ നമ്മൾ ഉൾവശത്ത് ചുമരിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ പാനൽ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഈർപ്പം വരുന്ന ഏരിയ ആണെങ്കിൽ മാത്രമേ പാനൽ ചെയ്യുള്ളൂ. അപ്പോൾ പാനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എക്സ്പെൻസും കൂടി കൂടുതലായിട്ട് വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ചില ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം വരുന്ന ഏരിയകളുണ്ടാവും. അതായത് ചുമരിൻ്റെ സൈഡിൽ നിന്ന് ചീത്താൽ വരുന്ന ഭാഗങ്ങൾ, അതുപോലെ ബാത്റൂമിൻ്റെ സൈഡാണെങ്കിൽ ആ ഭാഗങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ചുമര് പാനൽ ചെയ്ത് കൊടുക്കുക.
പാനൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാൾഡ്രോപ്പിന് ഏകദേശം നമുക്കൊരു 3500-4000 രൂപയോളം ചിലവ് അഡീഷണൽ വരും. അപ്പോൾ പലരും സംശയമായിരിക്കും ഇതേപോലെ ഒരു വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തെടുക്കുമ്പോഴേക്ക് എത്ര രൂപയാവും നിങ്ങൾക്ക് ചാർജ് വരിക എന്നുള്ളത്. അത് ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഈ ഇതിൻ്റെ ഒരു ഹാൻഡിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഹാൻഡിൽ പ്രൊഫൈലാണ്. അതേപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ PVC ലാമിനേറ്റഡ് ഷീറ്റുമാണ്. ബാക്കിയൊക്കെ അലൂമിനിയം പ്രൊഫൈൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ തട്ടടക്കം PVC ലാമിനേറ്റഡ് ഷീറ്റും അതിൻ്റെ ചുറ്റുമുള്ള ബോർഡറൊക്കെ അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ചെയ്തെടുത്തപ്പോഴേക്ക് ഇവിടെ നമുക്ക് വന്ന ചാർജാണ് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പല വീട്ടിലും ചിലപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരും. അളവിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വീതിയിൽ തന്നെ 4 അടിയുടെ മേലെ വരുന്ന സമയത്ത് ഷീറ്റിൻ്റെ എണ്ണം നമുക്ക് കൂട്ടേണ്ടി വരും. അലൂമിനിയത്തിൽ നമുക്ക് ചേഞ്ചസ് വരും. അതേപോലെ മെറ്റീരിയലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ചെയ്ത റേറ്റേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു വാൾഡ്രോപ്പ് ഇവിടെ ചെയ്തെടുത്തപ്പോഴേക്ക് 18 സംതിങ് ആയിട്ടുണ്ട് ചെയ്തെടുക്കാം ഒറ്റ വാൾഡ്രോപ്പിന്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡോർ സെക്ഷൻ ആണെങ്കിലും പിന്നെ 1.25x1.25 എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫ്രെയിം ആണെങ്കിലും പിന്നെ നമ്മൾ തട്ട് ഷീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നല്ല മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഈ നമ്മൾ ഈ 1.25x1.25 സെക്ഷൻ്റെ ഉള്ളിൽ, അതായത് ഡോറ് തൂക്കുന്ന സെക്ഷൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വുഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ റേഞ്ച് വരും. അപ്പോൾ നമ്മൾ തട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം 17 ഇഞ്ചോളം നമുക്ക് ഏകദേശം ഉള്ളളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ആങ്കറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൂമിൽ ക്ലൈൻറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 തട്ട് കഴിഞ്ഞാൽ മേൽവശം ഫുള്ളായിട്ട് ഹാങ്കർ കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മതി എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാൾഡ്രോപ്പിൻ്റെ ഡോർമേ തന്നെയാണ് മിറർ കൊടുക്കുന്നത്. അപ്പോൾ മിറർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിറർ നമ്മൾ ബോൾട്ട് ചെയ്യാണ് ചെയ്യുക. ഹോളടിച്ചിട്ട് ബോൾട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ അയൺ ടേബിൾ കേട്ടോ. ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് 18 mm ഫ്ലൈവുഡ് നമ്മൾ തന്നെ കട്ട് ചെയ്തെടുത്ത് പിന്നെ റെക്സിന് അടുപ്പിച്ച് കൊണ്ടുവരണതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് 2 ക്ലാമ്പും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുമരിൽ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് അയൺ ചെയ്യാൻ മാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് പഠിക്കണമെങ്കിലൊക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് വരുന്ന 2 ക്ലാമ്പാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ക്ലിപ്പാണുള്ളത്. അതായത് പെട്ടെന്ന് ആർക്കെങ്കിലും വന്നിട്ട് കുട്ടികൾക്ക് പ്രസ് ചെയ്ത് താത്തണം തോന്നിക്കഴിഞ്ഞാൽ ഈ ടേബിൾ താത്താൻ പറ്റില്ല. അതിൻ്റെ അടിയിൽ 2 ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് വലിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് താന്ന് വരിക. അപ്പോൾ അതൊരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ് ഈ ക്ലിപ്പ് അവർ കൊടുക്കാൻ കാരണം. അപ്പോൾ ഇത് പൊക്കണം എന്നുണ്ടെങ്കിൽ നോർമലി സിമ്പിളായിട്ട് പൊക്കി കഴിഞ്ഞാൽ പിന്നെ താത്തണം എന്നുണ്ടെങ്കിൽ ക്ലിപ്പ് വലിക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് വരിക എന്ന് പറഞ്ഞാൽ ഈ ക്ലാമ്പിന് ഏകദേശം റേറ്റ് വരുന്നുണ്ട് 700 സംതിങ് രൂപയോളം ക്ലാമ്പിന് വരുന്നുണ്ട്. പിന്നെ പ്ലൈവുഡ്, റെക്സിൻ എല്ലാം പാടെ വരുമ്പോഴേക്ക് നമുക്കൊരു ഫിറ്റിംഗ് അടക്കം 2200ഓളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ക്ലാമ്പും ഫ്ലൈവുഡും അതേപോലെ റെക്സിനൊക്കെ നല്ല റെക്സിൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫിറ്റിംഗ് കൂടി കാണിച്ചു തരാം. ഫിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. വാട്ടർ ലെവൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ അയൺ ബോക്സിൻ്റെ ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാൾഡ്രോപ്പിൽ മിററൊക്കെ ഫിറ്റ് ചെയ്ത് ഈ റൂമത്തെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 ബെഡ്റൂം ഉണ്ടായിരുന്നു, അതിൻ്റെ മൊത്തം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഏത് ഹൈറ്റിൽ വേണം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, താത്തണമെങ്കിൽ താത്താം, ഏത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ടേബിൾ ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കുകയും ചെയ്യാം കേട്ടോ.
എന്തായാലും ഈ വീട്ടിലത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.